നിങ്ങളുടെയും അവരുടെയും കറൻറ്റ് ഫീലിങ്സ്, സിറ്റുവേഷൻ, ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഈ 3 കാര്യത്തിന് വേണ്ടിയാണ് കാർഡ് എടുക്കുന്നത്. ആദ്യത്തെ കാർഡ് അവർക്ക് വേണ്ടി, അവരുടെ കറൻറ്റ് ഫീലിങ്സും സിറ്റുവേഷനും 8 സൂട്ട്സാണ്. നിങ്ങളുടെ സ്റ്റാറാണ്. തേർഡ് പാർട്ടി 7 വാണ്ടാണ്. ആദ്യം അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. 8 സൂട്ട്സ് ആണല്ലോ. ഇത് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ട്രാപ്പിലായിരിക്കുകയാണ് എന്നാണ്. സാഹചര്യങ്ങൾ എന്തുമാവാം. വീട്ടുകാരുടെ ട്രാപ്പിലായതായിരിക്കാം, പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ ട്രാപ്പിലായതായിരിക്കാം, പ്രശ്നങ്ങളുടെ ട്രാപ്പിലായതായിരിക്കാം. എന്തായാലും കുറച്ച് സാഡ് സിറ്റുവേഷനാണ്. നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തൊരു മതിൽ ഇടയിലുണ്ട്. അത് സാഹചര്യങ്ങൾ എന്താണോ അതുപോലെ എടുക്കുക. തേർഡ് പാർട്ടി തന്നെയാണോ, പങ്കാളി തന്നെയാണോ എങ്കിൽ അതെടുക്കുക. അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സുകൊണ്ട്. പക്ഷെ ഒരു തടവിലാണ്, സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാത്തത്. സ്നേഹമാണ്, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, വിഷമത്തിലാണ്, സാഡ് സിറ്റുവേഷനാണ്, സങ്കടത്തിലാണ്, നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതാണ് അവരുടെ കറൻറ്റ് ഫീലിങ്സും കറൻറ്റ് സിറ്റുവേഷനും. ഇനി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാറാണല്ലോ, ഇരുവഴി പിരിഞ്ഞവരെയാണല്ലോ കാണുന്നത്. എന്നാൽ നിങ്ങൾ കാത്തിരിക്കുകയാണ് അവരെ. നിങ്ങളൊരു ഡിവൈൻ കണക്ഷനാണെന്ന് പറയുന്നുണ്ട്. ഒന്നാവാൻ വേണ്ടി സങ്കടത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരാളെ തന്നെയാണ് സ്റ്റാറിൽ കാണിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരാൾ ട്രാപ്പിലായിരിക്കുന്നു, മറ്റേ ആളങ്ങനെ പ്രാർത്ഥിക്കുന്നു വരാൻ വേണ്ടി എന്നാണ്. എന്നാൽ നിങ്ങൾക്കും നെഗറ്റീവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചില സമയത്തെങ്കിലും സംശയം തോന്നുന്നുണ്ട്, അവരെന്നെ വഞ്ചിക്കുന്നതാണോ എന്ന് സംശയം തോന്നുന്നുണ്ട്. അതാണ് നെഗറ്റീവായ അക്യൂറിയസ് വന്നിരിക്കുന്നത് ഇവിടെ. അക്യൂറിയസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷമാണ്, സംശയമാണ് എന്നറിയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അവർ ട്രാപ്പിലായിരിക്കുകയാണ്, നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ്. അല്ലാതെ വരണ്ടാന്ന് വിചാരിച്ച് നിങ്ങളെ അവഗണിക്കുകയല്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ, എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവർക്ക് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് അതല്ല, ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതാണ് അക്യൂറിയസ് പറയുന്നത്. നിങ്ങളുടെ മനസ്സൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്തിനെ പോലും ഇത് ബാധിക്കുമെന്ന് പറയുന്നത്. രോഗശാന്തിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ രോഗമായിരുന്നെങ്കിൽ, ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനാണ് ഇത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ വരാൻ പോകുന്നുണ്ട്. ഈ ചിന്ത കാരണം, നെഗറ്റീവ് ചിന്ത കാരണം. അപ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനാണ് സ്റ്റാർ പറയുന്നത്. നിങ്ങളുടേതൊരു ഡിവൈൻ കണക്ഷനാണ്. അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ ഇട്ടെറിഞ്ഞ് അവർ പോവില്ല. അത് മനസ്സിലാക്കൂ. സാഹചര്യങ്ങൾ മാറി നിങ്ങളിലേക്ക് വരും. ഇനി ആ തേർഡ് പാർട്ടി, അതാണ് 7 വാണ്ട് പറയുന്നത്. കഷ്ടപ്പാടുകളെയാണ് 7 വാണ്ട് കാണിക്കുന്നത്. ഈ കഷ്ടപ്പാടുകൾ അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടാവാം. രണ്ടുപേരുടെയും കഷ്ടപ്പാടുകൾ കാരണം ഒന്നാവാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ വീട്ടിൽ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രണയം പങ്കുപറ്റുന്ന ആരും നിങ്ങൾക്കിടയിലില്ല, നിങ്ങളുടെ മനസ്സിനിടയിലില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സംശയിക്കുന്നുണ്ട് തേർഡ് പാർട്ടി ഉണ്ടെന്ന്. എന്നാൽ അവർ ട്രാപ്പിലായിരിക്കും. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത വശമാണ്. 7 വാണ്ട് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാത്ത അവസ്ഥ, വെല്ലുവിളികളാണ് മുന്നിൽ. അത് അവർക്കുമാവാം നിങ്ങൾക്കുമാവാം. നിങ്ങൾക്കിടയിലെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ 2 പേരുടെ സിറ്റുവേഷനും ആവാം. 2 പേർക്കും അടുക്കാൻ കഴിയാത്ത ഒരു അകൽച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 പേര് ട്രോമയിലൂടെ, സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പങ്കാളികൾ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒരാൾക്ക് ഒരാളിലേക്ക് എത്താൻ ഒരു വെല്ലുവിളി തരണം ചെയ്യണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ വെല്ലുവിളിയാണ് എന്നല്ല ഇവിടെ പറയുന്നത്. തേർഡ് പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കാതിരിക്കുക. 2 പേര് സാഹചര്യമാണ് അനുകൂലമല്ലാത്ത. ഇവിടെ ദുഃഖമാണ് പറയുന്നത്. 2 പേർക്കും ദുഃഖമാണ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പേരും ദുഃഖിക്കുന്നു, ഒരാളെ ഓർത്ത് ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം സത്യമാണ്. പക്ഷേ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രതികൂലമാണ് എന്നറിയുന്നത്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കാൻ ഒരു തേർഡ് പാർട്ടി ഇല്ല, നിങ്ങളെ സ്നേഹിക്കാനും മറ്റൊരു തേർഡ് പാർട്ടി ഇല്ല. അതാണ് ഇവിടെ പോസിറ്റീവായൊരു മെസ്സേജ്. നിങ്ങൾക്ക് സംശയം തേർഡ് പാർട്ടി ഉണ്ട് എന്നാണ്. അങ്ങനെ സംശയിക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് കുടുംബമാവാം, സാഹചര്യങ്ങൾ എന്തുമാവാം. എന്നാൽ ഒരു വ്യക്തി വന്നിട്ടില്ല. അതാണ് ഇവിടെ സമാധാനം. നിങ്ങൾക്കിടയിൽ പ്രണയം പങ്കുപറ്റുന്ന മൂന്നാമത്തെ ഒരു വ്യക്തി ഇല്ല. കുടുംബത്തിനെ കാണിക്കുന്നതാണ്. വാണ്ട് എനർജി എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. 7 വാണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്, വെല്ലുവിളികളാണ്. പരസ്പരം തന്നെ വെല്ലുവിളിയായി മാറുക. ഒരാൾക്ക് ഒരാളിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ ഈ വെല്ലുവിളി എന്ന് പറയുന്നത്. അതാണിപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സാഹചര്യങ്ങളും ആ വ്യക്തിയുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും. ഇതുപോലുള്ള ചെറിയ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻ്റ് ഇടുക. ഇനി ഓഫർ ഞാൻ പറഞ്ഞത്
തീർന്നോ എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് തീരുന്നതല്ല. കഴിവില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ മാത്രമുള്ളവർക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. 400 രൂപയുള്ളൂ. അതൊരു ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഒരുപാട് ചോദ്യം ചോദിച്ചാൽ അതുപോലെ ക്യാഷും അടയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ ഓഫർ തീർന്നിട്ടില്ല. ചില ആൾക്കാർക്ക് അതൊരു സംശയമുണ്ട്. അപ്പോൾ ഈ ചെറിയ റീഡിങ് ഇഷ്ടമായെങ്കിൽ താഴെ ഒരു കമൻറ്റ് ഇടുക.